ഈ ചാനൽ പനിയൊക്കെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ രാത്രിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അടുപ്പിനടുത്ത് നിന്നൊന്നും കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലത്തെ കുറച്ച് ഇഡ്ഡലി ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഞാനെല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച്. ഇതുകൊണ്ട് നമുക്കൊരു വൈകുന്നേരം രാത്രി കഴിക്കാൻ ഡിന്നറിന് പകരമായിട്ട് എടുക്കാം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുകിടണം. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലുള്ള മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ മുളക് ഇട്ട് കൊടുക്കാം. ചുവന്ന മുളക്, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം, സവാള ഇതിലേക്ക് ഇടാം. ഇതിട്ടിട്ട് പൊട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ച ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണേ. അതിന് ശേഷം ഇതിലേക്ക് എരിവിന് കുറച്ചുകൂടെ എരിവിരുന്നോട്ടെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. പെട്ടെന്ന് കഴിയും, സിമ്പിൾ. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി ബാക്കി വന്നാൽ നമ്മളത് അങ്ങനെ ഒരു തട്ടിൽ തന്നെ വെച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിലും രുചിയാണ് വൈകിട്ടെടുത്തിട്ട് കഴിക്കുന്നത്. ഒന്ന് കടുക് വറുത്ത് കരിവേപ്പില ഇടാം, സവാള അരിഞ്ഞിടാം, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതിടാം. ഞാൻ സിമ്പിളായിട്ട് മാത്രം ചെയ്യുന്നതാണ് പെട്ടെന്ന് കഴിക്കാനുള്ളതിന്. കടുകിട്ടു, പൊട്ടി, മുളക് ഇട്ടു, ഉണക്കമുളക്, ചുവന്ന മുളക് നാം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മുളക് പൊടി കൂടെ ഇട്ടു. അപ്പോൾ ചെറുതായിട്ടൊരു എരിവുണ്ടാകും. ഇതിങ്ങനെ തന്നെ സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് വേറെ ചട്നി ഒന്നും ആവശ്യമില്ല. രാത്രിയിൽ പെട്ടെന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത വയ്യായ്കയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇഡ്ഡലി ഇങ്ങനെ ചെയ്യാറുണ്ട്, ഉപ്പുമാവ് ഇങ്ങനെ ചെയ്യാറുണ്ട്, ദോശ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇടിയപ്പം വൈറ്റ് കളറിലുള്ളതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കി രാത്രിക്ക് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കും. നന്നായിട്ട് ഒന്ന് ചൂടാകുകയും ചെയ്ത് ഒരല്പം കൂടെ എരിവും വെളിച്ചെണ്ണയുടെ ഈ മുളകിൻ്റെയും എല്ലാം കൂടെ ഒന്ന് അധികം തീ കൂട്ടി വെക്കാതിരുന്നാൽ മതി. വളരെ കുറഞ്ഞ തീയിൽ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇഡ്ഡലി ചൂടാവുകയും ചെയ്ത് ഇഡ്ഡലിയാണെന്ന് തോന്നാത്ത രീതിയിൽ നല്ല കളറിൽ വന്നു. നല്ല രുചികരമായ ഒരു ഡിന്നറിന് പകരം ചോറ് കഴിക്കുന്നതിനും. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു, പനിയായതുകൊണ്ട്. ഇപ്പം ദോശമാവുണ്ട്, ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കും. എല്ലാവരും വീട്ടിലും ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി 1-2 ബാക്കി വരുവാണെങ്കിൽ മുളക് പൊടി അധികം എരിവിട്ടിട്ടില്ലേ നമ്മൾക്ക് കുട്ടികൾക്കും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വലിയ ആൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളതിനകത്ത് മുളക് പൊടി ചേർക്കാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഇടാം. എന്നിട്ട് അതിന് പകരമായിട്ട് വേറെ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി എടുത്തതിൻ്റെ ശേഷം. നല്ല ടേസ്റ്റിയാണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ മെയിൻ ചാനലിലൊന്ന് കയറി എനിക്കൊന്ന് സബ്സ്ക്രൈബ് തരണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, എന്നെയും കൂടി നിങ്ങളോടൊപ്പം കൂട്ടണം കേട്ടോ. അപ്പം ഞാൻ ഓഫ് ചെയ്യുന്നു. ഇത്രയാണ് ഇന്നത്തെ കാര്യം. പ്രത്യേകിച്ചുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല, കുറേ സമയം അങ്ങനെ അടുപ്പിനടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്.